Hi all, welcome to Study in PSC. സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, -12 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും കൂടെ ആഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത് 12.5 ആയതുകൊണ്ട് 12 അര പോയാൽ 12 വലിയ സംഖ്യ 12 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ എത്രയാണ്? മൈനസ് സൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം -12 ആണെന്ന് പെട്ടെന്ന് തന്നെ ഇത് നോക്കി ഈ ചോദ്യത്തിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇനി ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒന്ന് ചെയ്യുന്നത് നോക്കാം. -12 2 പ്ലസ് 2 അപ്പോൾ ഈ -12 2 മിശ്രഭിന്നമാണ്, അതിനെ വിഷമഭിന്നമാക്കാം. അപ്പോൾ അത് -25/2 പ്ലസ് 2 അപ്പോൾ ഇവിടെ ലസാഗു 2 ആണ്. ഡിനോമിനേറ്ററിൽ ലസാഗു എഴുതി, ന്യൂമറേറ്ററിൽ -25 പ്ലസ് 1. നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും കൂടെ ആഡ് ചെയ്യാനായിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ 25 - 1 24, -24/2 ഈസ് ഈക്വൽ ടു -12. ഇങ്ങനെ ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? സൊല്യൂഷൻ. ഒരു ഭിന്നസംഖ്യയുടെ വർഗം അഥവാ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂമറേറ്ററിലെ സംഖ്യയും ഡിനോമിനേറ്ററിലെ സംഖ്യയും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ സംഖ്യകളൊന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ 4/15. ഇവിടെ 4 2ൻ്റെ സ്ക്വയർ ആണ്, പക്ഷേ 15 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം ഇവിടുത്തെ ഓപ്ഷൻ എ വർഗസംഖ്യ അല്ല. അടുത്തത് ഓപ്ഷൻ ബി 8/9. ഇവിടെ 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 9 3യുടെ സ്ക്വയർ ആണ്, പക്ഷേ ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും സംഖ്യകൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ ഒരു ഭിന്നസംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബിയും അല്ല. അടുത്തത് ഓപ്ഷൻ സിയിൽ 8/18. 8/18 ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യ അല്ല. 8 അല്ല 18 അല്ല. ഓക്കെ. ഓപ്ഷൻ ഡിയിൽ നോക്കിക്കേ, 4/9. ഇവിടെ കണ്ടോ, ന്യൂമറേറ്ററിൽ 2ൻ്റെ സ്ക്വയർ ആണ് 4, ഡിനോമിനേറ്ററിലെ 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ ഇവിടെ 4/9 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ ഇതൊരു ഭിന്നസംഖ്യയുടെ വർഗമാണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ. ഒറ്റയാൻ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കിയുള്ള എല്ലാ സംഖ്യകൾക്കും ഒരു കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കും. ഈ കോമൺ ഫീച്ചർ ഇല്ലാത്ത ആ ഒരു സംഖ്യ ആയിരിക്കും അവിടുത്തെ ഒറ്റയാൻ. അപ്പോൾ ഇവിടെ 4 സംഖ്യകളാണുള്ളത്. 3 എണ്ണത്തിന് ഒരു കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കും, അതില്ലാത്ത ഒരെണ്ണമായിരിക്കും ഇവിടുത്തെ ഒറ്റയാൻ. സംഖ്യകൾ 3, 11, 19, 27. അപ്പോൾ ഇവിടെ ഈ 3, 11, 19 ഇത് 3ഉം അഭാജ്യ സംഖ്യകളാണ്. 27 ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഫീച്ചർ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളല്ലാത്ത ഭാജ്യസംഖ്യയായ 27 ഇവിടുത്തെ ഒറ്റയാൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 27. അടുത്ത ചോദ്യം, അടുത്ത പദം ഏത്? 1 1 2 3 5 ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. 1 1 2 3 5 ഡാഷ്. അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുള്ളത് ഈ 1 1 കൂടെ ആഡ് ചെയ്തു, 2 കിട്ടി.
ഇനി ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തു, ഇവിടുത്തെ ഈ 3 കിട്ടി. ഇനി ഈ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തു, ഇവിടെ ഈ 5 കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? അടുത്തടുത്ത 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പോഴാണ് തൊട്ടടുത്ത സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന സംഖ്യ ഏതായിരിക്കും? ഈ 3ഉം 5ഉം കൂടെ ആഡ് ചെയ്യുന്ന സംഖ്യ ആയിരിക്കും ഇവിടെ വരുന്നത്. 3ഉം 5ഉം 8 അടുത്ത സംഖ്യ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? സൊല്യൂഷൻ. നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് നഷ്ടശതമാനം, സി പി കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, എസ് പി സെല്ലിംഗ് പ്രൈസ് വിറ്റ വില. അപ്പോൾ ഇവിടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 15,000 രൂപ, വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എസ് പി 13,350. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നഷ്ടശതമാനം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 15,000 മൈനസ് 13,350 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 15,000 മൈനസ് 13,350. 1,650 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 11% നഷ്ടശതമാനം. ആൻസർ ഓപ്ഷൻ ബി. ഇനി ഈ ലാഭശതമാനവും നഷ്ടശതമാനവും ഈ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം നഷ്ടശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത്. വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ട് നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ വാങ്ങിയ വിലയിലും വിറ്റ വിലയിലുമുള്ള വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും നഷ്ടശതമാനം. ഒന്നുകൂടെ പറയാം, നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാങ്ങിയ വിലയിൽ വിറ്റ വിലയിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. ഇനി നിങ്ങൾക്ക് ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നിട്ടുണ്ടല്ലോ, ഈ വാങ്ങിയ വിലയിലെയും വിറ്റ വിലയിലെയും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. ഒന്നുകൂടെ പറയാം, ലാഭശതമാനം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാങ്ങിയ വിലയിലെയും വിറ്റ വിലയിലെയും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിലോ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് 15,000 മൈനസ് 13,350 ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചു, 15,000 കൊണ്ട് ഹരിച്ചു, 100 കൊണ്ട് ഗുണിച്ചു. അതായിരിക്കും നഷ്ടശതമാനം. അത്രയേ ഉള്ളൂ. ഓക്കെ. ചോദ്യം, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? സൊല്യൂഷൻ. സമചതുരാകൃതിയായ ഒരു വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണം, ഏരിയ എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഏരിയയാണ് തന്നിട്ടുള്ളത്. ഏരിയ എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1296 ചതുരശ്ര മീറ്റർ. അപ്പോൾ ഇവിടെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സ്ക്വയർ 1296 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1296 ഈസ് ഈക്വൽ ടു 36 മീറ്റർ ആണ് വശത്തിൻ്റെ നീളം. ആൻസർ ഓപ്ഷൻ സി.
അടുത്ത ചോദ്യം, നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിൽ? സൊല്യൂഷൻ, വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇവിടെ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു 300 കിലോമീറ്റർ, ടൈം ടി ഈസ് ഈക്വൽ ടു 2 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 2.5 മണിക്കൂർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2.5 ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് ഗുണിക്കാം, ഡെസിമൽ പോയിന്റ് മാറ്റാനായിട്ട്. അപ്പോൾ ഇവിടെ 3000 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 25 12 300, അപ്പം 120 വരും. 3000 ബൈ 25 ആകുമ്പോൾ 120. 120 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. അതായത് മണിക്കൂറിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് തീവണ്ടി സഞ്ചരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 120 കിലോമീറ്റർ. അടുത്ത ചോദ്യം, 8/4 ലിറ്റർ പാല് 4/3 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ, ഇവിടെ 8/4 ലിറ്റർ പാലുണ്ട്. അതിനെ 4/3 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് 10 ലിറ്റർ പാലുണ്ട്. അതിനെ 2 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? 10 ലിറ്റർ പാലുണ്ട്. അതിനെ 2 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കണം. അങ്ങനെയാണെങ്കിൽ കുപ്പികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? 10/2 ഈസ് ഈക്വൽ ടു 5. 5 കുപ്പികളിലാണ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതുപോലെ 8/4 ലിറ്റർ പാലുണ്ട്. അതിനെ 4/3 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 8/4 ഡിവൈഡഡ് ബൈ 4/3 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 8/4 മിശ്ര ഭിന്ന ആയതുകൊണ്ട് വിഷമ ഭിന്ന ആക്കുമ്പോൾ 4 8 32 1 33/4 ഡിവൈഡഡ് ബൈ 3/4 ഈസ് ഈക്വൽ ടു, ഭിന്നസംഖ്യ ആവുമ്പം ഹരിക്കേണ്ട സംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് വേണം ഗുണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? 33/4 ഇൻറ്റു 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3. 4/3 കൊണ്ട് ഗുണിക്കണം. 4 4 വെട്ടിപ്പോയി. 33/3 11. കുപ്പികളുടെ എണ്ണം 11 ആണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം അരി കിട്ടും? സൊല്യൂഷൻ, 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിലോഗ്രാം അരി കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 പേർക്ക് 27 കിലോഗ്രാം അരിയുണ്ട്. അപ്പം ഒരാൾക്കാണെങ്കിൽ 27/20 കിലോഗ്രാം അരി ആയിരിക്കും കിട്ടുന്നത്. 27/20, 27 20 ഒരു പ്രാവശ്യം അടങ്ങും. അപ്പം 21 20. ശിഷ്ടം 7 കിട്ടി. 7 20 അടങ്ങത്തില്ല. അപ്പോൾ ഒരു പോയിന്റ് ഇട്ടു, 0 കൊടുത്തു. 70 ആകുമ്പോൾ 20 3 60. ശിഷ്ടം 10 വന്നു. 10 അടങ്ങത്തില്ല 20. അപ്പോൾ ഒരു 0 കൊടുത്തു. 100 ആയി. 25 100. ശിഷ്ടം 0. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 27/20 1.35 കിലോഗ്രാം അരിയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ തുടർച്ചയായുള്ള കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ, 1 മുതലുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n². n സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ എണ്ണമായ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതോ n² ആണ്.
എൻ സ്ക്വയർ 100 അപ്പോൾ എന്നോ സ്ക്വയർ റൂട്ട് ഓഫ് 100 അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 100 10. n ഈസ് ഈക്വൽ ടു 10 ആൻസർ ഓപ്ഷൻ സി. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീ 500 രൂപയാണ്. സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്